വളപട്ടണത്തെ കവർച്ച. പ്രതി മുമ്പും കവർച്ച നടത്തിയിട്ടുണ്ട്. മോഷ്ടിച്ച കോടികൾ ലിജീഷ് സൂക്ഷിച്ചത് സ്വന്തം കട്ടിലിന്റെ അടിയിൽ. വളപട്ടണത്തെ അരിവ്യാപാരിയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച 1 കോടി രൂപയും 300 പവനും ലിജീഷ് സൂക്ഷിച്ചത് കട്ടിലിനടിയിൽ പ്രത്യേക അറയുണ്ടാക്കി. അവ്യക്തമായ ദൃശ്യങ്ങളിൽ റൂമിൽ കയറിയ ശേഷം കർട്ടൻ വലിച്ചു നീക്കുന്ന പ്രതിയുടെ ദൃശ്യമാണുള്ളത്. പ്രതിയെ പിടിച്ചതിന്റെ സന്തോഷസൂചകമായി പോലീസ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥർ മധുരം വിതരണം ചെയ്തു. കഴിഞ്ഞ വർഷം കണ്ണൂർ കീച്ചേരിയിൽ നടന്ന മോഷണത്തിലും ലിജീഷ് പ്രതിയാണെന്ന് പോലീസ് കണ്ടെത്തി. അന്ന് പ്രതിയെ പോലീസിന് പിടികൂടാനായില്ല. ഇത്തവണ മോഷണം നടത്തിയപ്പോൾ പതിഞ്ഞ വിരലടയാളമാണ് ലിജീഷിനെ കുടുക്കിയത്. കീച്ചേരിയിൽ മോഷണം നടന്നപ്പോൾ പോലീസിന് ലഭിച്ച വിരലടയാളവും വളപട്ടണത്ത് നിന്ന് ലഭിച്ച അടയാളവും ഒരാളുടേതാണെന്ന് തെളിഞ്ഞതോടെയാണ് രണ്ടിനും പിന്നിൽ ലിജീഷാണെന്ന് വ്യക്തമായത്. ഇതിനിടെ ലിജീഷ് മോഷണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടു. പ്രതിയായ ലിജീഷിനെ ആർക്കും മുമ്പൊരിക്കലും സംശയം തോന്നിയിരുന്നില്ല എന്ന് നാട്ടുകാരും പറഞ്ഞു. ഇടക്കാലത്ത് ഇയാൾ ഗൾഫിലായിരുന്നുവെന്നും മറ്റൊരു കവർച്ചാ കേസിലെ പ്രതിയെന്ന് അറിഞ്ഞപ്പോൾ ആശ്ചര്യമാണ് ഉണ്ടായതെന്നും നാട്ടുകാർ പറയുന്നു. ഇന്നലെ രാത്രിയോടെയാണ് ലിജീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മോഷണം നടന്ന സാഹചര്യവും രീതിയും പരിശോധിച്ചപ്പോൾ വീടിനെപ്പറ്റി ധാരണയുള്ള ഒരു വ്യക്തിയാണ് പിന്നിലെന്ന് പോലീസിന് സംശയമുണ്ടായിരുന്നു. CCTVയിൽ പെടാതെ അതിവിദഗ്ധമായിട്ടായിരുന്നു മോഷണം. എവിടെയെല്ലാം ക്യാമറകളുണ്ട് എന്ന് കൃത്യമായി അറിഞ്ഞതുപോലെയായിരുന്നു മോഷണ രീതി. ശേഷം വീടിന് പിന്നിലെ റെയിൽവേ ട്രാക്കിലൂടെ മോഷ്ടാവ് കടന്നു കളഞ്ഞു. മോഷണം നടന്നയിടത്തുനിന്ന് ലഭിച്ച ഒരു ചുറ്റികയും കൂടിയാണ് പോലീസിന് ഒരു നിർണായക തുമ്പായി മാറിയത്. ഇവയെല്ലാം പരിശോധിച്ച പോലീസ് ദേശത്തെക്കുറിച്ച് നന്നായി അറിയാവുന്ന ഒരാളാണ് മോഷണത്തിന് പിന്നിലെന്ന നിഗമനത്തിലെത്തിയിരുന്നു. ഇതോടെ ലിജീഷിലേക്ക് അന്വേഷണം എത്തുകയും പിടിയിലാവുകയുമായിരുന്നു. ഇയാളിൽ നിന്ന് മോഷണം പോയ സ്വർണവും പണവും കണ്ടെടുത്തു. അരിവ്യാപാരിയായ വളപട്ടണം മന്ന അഷ്റഫിന്റെ വീട്ടിൽ നിന്നായിരുന്നു 1 കോടി രൂപയും 300 പവനും മോഷണം പോയത്. അഷ്റഫും കുടുംബവും മധുരയിലെ ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയ സമയത്താണ് മോഷണം നടന്നത്. ഈ മാസം 19-നാണ് ഇവർ വീട് പൂട്ടി മധുരയിലേക്ക് പുറപ്പെട്ടത്. വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം മനസ്സിലാക്കിയത്. കിടപ്പുമുറിയിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവുമാണ് മോഷണം പോയത്. അടുക്കള ഭാഗത്തെ ജനലിന്റെ ഗ്രില്ല് മുറിച്ചു മാറ്റിയാണ് മോഷ്ടാവ് വീടിനുള്ളിൽ കടന്നത്.